കടുത്ത വേനലിൽ കഴിഞ്ഞ വർഷം ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിച്ച കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കിട്ടിയിട്ടില്ല. ഇടുക്കിയിൽ 18,000-ഓളം കർഷകരുടെ ഏലം കൃഷിയാണ് കഴിഞ്ഞ വർഷം വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങി നശിച്ചത്. സർക്കാർ സഹായം ലഭിക്കാതായതോടെ വലിയ ദുരിതത്തിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. മുമ്പെങ്ങുമില്ലാത്ത വിധം കഴിഞ്ഞ വർഷം ഏലം കർഷകർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി കടുത്ത വേനലിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി നശിച്ചതാണ്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഉൾപ്പെടെ ഏലത്തോട്ടങ്ങൾ സന്ദർശിച്ച് പഠനം നടത്തി മടങ്ങി. കർഷകർക്ക് നഷ്ടപരിഹാരം വേണ്ട തുകയും അവർ നിശ്ചയിച്ചു. അതും തുച്ഛമായ തുക മാത്രം. കർഷകർക്ക് വകുപ്പുതല സേവനങ്ങൾ കാര്യക്ഷമമായി നൽകുന്നതിനായി കൃഷി വകുപ്പിന് വേണ്ടിയുള്ള എയിംസ് പോർട്ടലിലെ കണക്കനുസരിച്ച് 2024 ജനുവരി 1 മുതൽ ജൂലൈ 31 വരെ 17,945 കർഷകരുടെ ഏലച്ചെടികളാണ് നശിച്ചത്. 4,369 ഹെക്ടറിൽ 10.93 കോടി രൂപയുടെ നഷ്ടം ഇതിന് കൃഷിവകുപ്പ് കണക്കാക്കുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിനായി ആദ്യ ഗഡു 78,53,208 രൂപ അനുവദിച്ചു. നഷ്ടപരിഹാരത്തിന് അർഹതയുള്ള കർഷകരുടെ വിവരങ്ങൾ 2024 നവംബർ 21 ലഭിച്ചിട്ടുണ്ട് എന്ന് എയിംസ് പോർട്ടലിൽ തന്നെ വ്യക്തമാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും 1 രൂപ പോലും കർഷകർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. അല്ലെങ്കിൽ 10% പോലും പൈസ നഷ്ടപരിഹാരമായി തരുന്നില്ല. ഈ നഷ്ടപരിഹാരം സമയബന്ധിതമായി എത്തിക്കുന്നില്ല. ഇപ്പോൾ അനുവദിച്ച തുക പോലും ഗവൺമെൻറ് ഇതുവരെയായിട്ടും എത്തിച്ചിട്ടില്ല. ഈ വർഷത്തെ കാലാവസ്ഥയും അതിരൂക്ഷമായ ഉണക്കിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ 3 ഡിഗ്രി 4 ഡിഗ്രി ചൂട് വർദ്ധിക്കും എന്ന് പറയുന്നു. ഇനി മാർച്ച് കഴിഞ്ഞാണ് മഴയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏലം കൃഷിയുടെ സമ്പൂർണ്ണ നാശമായിരിക്കും നമ്മൾ മുന്നിൽ കാണുന്നത്. കർഷകരുടെ നഷ്ടമായി സർക്കാർ കണക്കാക്കിയ 10 കോടി രൂപ പര്യാപ്തമല്ലെന്ന് ആദ്യമേ പരാതി ഉയർന്നതാണ്. 18,000-ഓളം കർഷകർക്ക് വീതിച്ചു നൽകുമ്പോൾ തുച്ഛമായ തുക മാത്രമേ ലഭിക്കൂ. ഈ തുക പോലും നൽകാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ പരിഹസിക്കുകയാണെന്നാണ് ആക്ഷേപം. താരതമ്യേന ഏലത്തിന് ഉയർന്ന നിരക്കാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ഏലച്ചെടികൾ നശിച്ചതോടെ കർഷകർക്ക് വിൽക്കാനുള്ള ഉൽപ്പന്നമില്ല. ഉള്ള ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കാതെ പരിപാലിക്കുന്നതിനുള്ള ചെലവ് പോലും കർഷകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ വർഷം കടുത്ത വേനൽ ബാധിച്ച മിക്ക ഏലത്തോട്ടങ്ങളുടെയും അവസ്ഥ ദാ ഈ കാണുന്ന പോലെയാണ്. ഏലച്ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി വെട്ടിമാറ്റി കളയേണ്ട അവസ്ഥ പലർക്കും വന്നു. ആ കർഷകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക ഇനിയെങ്കിലും കൊടുക്കാൻ നടപടിയുണ്ടാകണം. കരകയറാൻ കഴിഞ്ഞില്ലെങ്കിലും പിടിച്ചു നിൽക്കാനെങ്കിലും ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇടുക്കിയിലെ ഏലം കർഷകരുടെ കണ്ണീര് കാണണം. സർക്കാർ പ്രതികരണങ്ങളിലേക്ക്. മൊത്തത്തിൽ ഉണങ്ങിപ്പോയി, കൊടി ഉൾപ്പെടെ. അത് കഴിഞ്ഞ് ഞാൻ കൃഷിഭവനിൽ അപേക്ഷ വെച്ചു, ഫോട്ടോ എല്ലാം എടുത്ത് കൃഷിഭവനിൽ അപേക്ഷ വെച്ചു. ഒരു പൈസ ഈ നാഴിക വരെ ഒന്നും കിട്ടിയിട്ടില്ല. 500 ഹെക്ടറോളം സ്ഥലത്തെ ഏലച്ചെടികളാണ് കരിഞ്ഞതായിട്ട് ഗവൺമെൻറ്റിന് കണക്കുകൾ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ കർഷകർക്ക് പൈസ അനുവദിച്ചിട്ടും ഇതുവരെ ആരുടെ അക്കൗണ്ടുകളിൽ പൈസ എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം അതിഭയങ്കരമായ വെയിലത്ത് ഏലം കണ്ട ഒത്തിരി ഏലം ഉണങ്ങി കരിഞ്ഞു പോവുകയും ഇതിന് സർക്കാർ അപേക്ഷ എടുക്കുകയൊക്കെ ചെയ്യുക. എന്നാൽ ഇതുവരെയായിട്ട് യാതൊരു ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. എങ്ങനെ ഒരു മെയ് മാസം വരെ ഇത് പിടിച്ചു നിർത്തുന്നത് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ വെള്ളത്തിനായിട്ടും അതുപോലെ ഒരു രീതിയിലുള്ള സഹായങ്ങൾ ഗവൺമെൻറ് നമുക്ക് നൽകുന്നുമില്ല. അപ്പം എത്രയും വേഗം നമുക്ക് വേണ്ടൊരു സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.